2006 ജൂൺ മാസം 16 റഷ്യയിലെ ഒരു പാർക്കിൽ മെലസ്കോവ എന്ന സ്ത്രീയുടെ ശരീരം കണ്ടെത്തുകയാണ്. ഉടൻ തന്നെ പോലീസുകാർ അവിടെ എത്തി ആ ശരീരം തെളിവെടുപ്പിനായി പരിശോധിക്കാൻ തുടങ്ങി. ആ സമയത്താണ് ആ സ്ത്രീയുടെ വസ്ത്രത്തിൽ നിന്നും ഒരു ട്രെയിൻ ടിക്കറ്റ് ലഭിക്കുന്നത്. ആ ട്രെയിൻ ടിക്കറ്റ് ഏത് റെയിൽവേ സ്റ്റേഷനിൽ ഉള്ളതാണ് എന്ന് മനസ്സിലാക്കി പോലീസുകാർ ആ സ്റ്റേഷനിലേക്ക് പോകുന്നു. അവിടെയുള്ള CCTV പരിശോധിച്ചു. ആ CCTVയിൽ നിന്നും പോലീസുകാർ ആ സ്ത്രീയെ കണ്ടു. കൂടാതെ ആ സ്ത്രീയുടെ കൂടെ ഒരു പുരുഷനും ഉണ്ടായിരുന്നു. അയാളുടെ പേര് അലക്സാണ്ടർ പിച്ചുഷ്കിൻ. റഷ്യ കണ്ട ഏറ്റവും വലിയ സീരിയൽ കില്ലർ, ചെസ് കില്ലർ എന്നറിയപ്പെടുന്ന അലക്സാണ്ടർ രേഖകൾ പ്രകാരം 52 പേരെ കൊന്നിട്ടുണ്ട്. ഇയാൾ എന്തിനാണ് ഇത്രയും പേരെ കൊന്നത്? എങ്ങനെയാണ് അയാൾ ഇത്ര മോശമായ ഒരു സീരിയൽ കില്ലറായി മാറിയത്? ഈ അലക്സാണ്ടർ പിച്ചുഷ്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. ക്രൈം സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. 1974 ഏപ്രിൽ മാസം 9 റഷ്യയിൽ അലക്സാണ്ടർ ജനിക്കുന്നത്. അലക്സാണ്ടറിന്റെ കൂടെ ഉണ്ടായിരുന്നത് അവന്റെ അമ്മയും അമ്മയുടെ അച്ഛനുമാണ്. ഒരു ഇൻഡസ്ട്രിയൽ മേഖലയിലാണ് അലക്സാണ്ടർ അന്ന് താമസിച്ചിരുന്നത്. അങ്ങനെ അവന് 4 വയസ്സുള്ള സമയത്ത് ഒരു പാർക്കിൽ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ ആ ഊഞ്ഞാലിൽ നിന്നും താഴെ വീണു. ആ സമയത്ത് ആ ഊഞ്ഞാൽ അവന്റെ തലയുടെ പുറകിൽ വന്നിടിച്ചു. അത് വലിയ മുറിവാനുണ്ടാക്കിയത്. ആ ഊഞ്ഞാൽ വന്ന് ഇടിച്ച് ആ ഒരു ശക്തിയിൽ അവന്റെ തലയുടെ ഷേപ്പ് തന്നെ മാറിപ്പോയി. മാത്രമല്ല ബ്രെയിൻ ഡാമേജ് ആയി. അവന്റെ സംസാരത്തിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. പിന്നീട് അവൻ സ്കൂളിൽ ചേർന്ന സമയത്ത് അവനെ അവന്റെ കൂട്ടുകാർ എല്ലാം സംസാരത്തിലെ പ്രശ്നം കാരണം, തലയോട്ടിയിലെ ഒരു ഷേപ്പില്ലായ്മ കാരണവും അവനെ ഒരുപാട് കളിയാക്കാൻ തുടങ്ങി. ഇതവന് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കി. മാത്രമല്ല അന്ന് ആ സമയത്ത് അവൻ ഒറ്റയ്ക്കാണ് നടന്നിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾ ഇവനെ ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം അവന്റെ അമ്മ ശ്രദ്ധിക്കാൻ തുടങ്ങി. ആ സമയത്ത് അവന്റെ അമ്മ ഒരു തീരുമാനം എടുത്തു, ഇവനെ ഒരു സ്പെഷ്യൽ സ്കൂളിൽ ചേർക്കണമെന്ന്. പക്ഷേ അവന്റെ മുത്തശ്ശൻ അതിന് എതിരായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഇവൻ കഴിവുള്ള ഒരു കുട്ടിയാണ്, പിന്നെ എന്തിന് ഇവനെ സ്പെഷ്യൽ സ്കൂളിൽ ചേർക്കുന്നത് എന്ന്. ഇതിനിടെ ഈ സ്കൂളിൽ പോയിരുന്ന അവനും അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. പിന്നീട് ആ സ്കൂളിൽ നിന്നും അവനെ തിരികെ കൊണ്ടുവന്നു. മുത്തശ്ശന്റെ ഒപ്പം അവൻ താമസിക്കാൻ തുടങ്ങി. ഈ സമയത്തെല്ലാം അവൻ വളരെ സന്തോഷവാനായിരുന്നു. മാത്രമല്ല അവന് മൃഗങ്ങളോടും വല്ലാത്തൊരു സ്നേഹമായിരുന്നു. ഒരു പൂച്ച മരിച്ചുപോയതിന് ഒരുപാട് ദിവസം അവൻ സംസാരിക്കാതെ വരെ ഇരുന്നിട്ടുണ്ട്. അവന്റെ മുത്തശ്ശന് ഒരു നായ ഉണ്ടായിരുന്നു. ആ നായയെ അവന് ജീവനായിരുന്നു. ഇവനും മുത്തശ്ശനും കൂടെ ഈ നായയും കൂട്ടി അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പാർക്കായ ബിച്ച പാർക്കിലേക്ക് ദിവസവും പോകുമായിരുന്നു. അവിടെ ചെന്നവൻ ചെസ് കളി പഠിച്ചു. പിന്നീട് ഒരുപാട് ആളുകളുമായി ചെസ് കളിക്കാൻ തുടങ്ങി. പ്രായഭേദമന്യേ കളിക്കാൻ തുടങ്ങി. ഒരുപാട് എക്സിബിഷൻസിൽ പങ്കെടുക്കാൻ തുടങ്ങി. ഇങ്ങനെ ജീവിതം വളരെ സന്തോഷകരമായി മുന്നോട്ടു പോകുന്ന സമയത്താണ് അവന്റെ മുത്തശ്ശൻ മരിക്കുന്നത്. ഇത് അവന് വലിയ രീതിയിൽ തന്നെ വിഷമമുണ്ടാക്കി. കാരണം ഇവന് ആകെ അടുപ്പമുണ്ടായിരുന്നത് മുത്തശ്ശനോട് മാത്രമായിരുന്നു. ഇത് അവന് വല്ലാത്ത രീതിയിൽ ബാധിച്ചു. പിന്നീട് അവൻ ലഹരിക്കടിമയായി കള്ളു കുടിക്കാൻ തുടങ്ങി. പിന്നീട് ഈ നായയെയും കൊണ്ട് അവൻ ആ പാർക്കിൽ പോകും. അവിടെ തന്നെ മദ്യപിച്ച് ആ പാർക്കിൽ തന്നെ കിടക്കും. ഇതായിരുന്നു അവന്റെ ദിനചര്യ. അങ്ങനെ അവന് 16 വയസ്സുള്ള സമയത്ത് ഇവൻ പാർക്കിൽ ഒരു ദിവസം ഇരിക്കുന്നു. അപ്പോ ഒരുപാട് കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ട്. കുട്ടികൾ കളിക്കുന്നത് അവൻ വീഡിയോ ക്യാമറയിൽ പകർത്തുന്നുമുണ്ട്. കുറച്ചു കഴിഞ്ഞ് അവൻ ആ കൂട്ടത്തിലെ ഒരു കുട്ടിയെ പിടിച്ചുകൊണ്ട് ഒരു കുന്നിന് മുകളിലേക്ക് പോയി. എന്നിട്ട് അവനെ അവിടെ നിന്നും താഴേക്ക് തള്ളിയിടാൻ നോക്കി. ഈ സമയത്ത് ആ ചെറിയ കുട്ടി ഒരുപാട് കരയുന്നുണ്ട്. അങ്ങനെ കരയുമ്പോഴും ആ കുട്ടിയെ നോക്കി ഇവൻ പറഞ്ഞത്, ഞാൻ വലിയ ഒരാളാണ്, കണ്ടില്ലേ, നിന്നെ കൊല്ലാൻ എന്നെ കൊണ്ട് പറ്റും. ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ആ കുഞ്ഞിനെ ഭയപ്പെടുത്താൻ നോക്കി. പിന്നീട് നടന്ന അന്വേഷണത്തിൽ ഈ ഒരു ദൃശ്യം പോലീസുകാർ കണ്ടെത്തി. സത്യം പറഞ്ഞാൽ ഈ ദൃശ്യം അവൻ എടുത്തത് തന്നെ അവന് വീണ്ടും വീണ്ടും കാണാനായിരുന്നു. അത് അവനെ വല്ലാതെ സന്തോഷിപ്പിച്ചു. 1992 ജൂലൈ മാസം 27 ഇവന് 18 വയസ്സുള്ള സമയത്ത് ആദ്യമായി ഒരു കുട്ടിയെ കൊല്ലുന്നു. ആ കുട്ടിയെ കൊന്നത് ഇവന്റെ ഗേൾ ഫ്രണ്ടിനെ ഈ കുട്ടി സ്നേഹിക്കുന്നു എന്ന കാരണം കൊണ്ടാണ്. പിന്നീട് 5 വർഷം കഴിഞ്ഞ് ഈ ഗേൾ ഫ്രണ്ട് ഈ പാർക്കിൽ തന്നെ മരണപ്പെട്ട നിലയിലും കണ്ടെത്തി. പക്ഷേ
ഈ ഒരു കേസിൽ ഇവന് പങ്കുണ്ടോ എന്നുള്ളതിന് യാതൊരു തെളിവും ഇല്ലായിരുന്നു. ഇങ്ങനെ പോകുന്നതിനിടെ ഇവന്റെ നായ മരണപ്പെടുന്നു. പിന്നീട് ഇവന്റെ മദ്യപാനം വീണ്ടും കൂടി. ഈ നായ മരണപ്പെട്ടതോടുകൂടി ഇവൻ പല കൊലപാതകങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഇവൻ പ്രധാനമായും ലക്ഷ്യം വച്ചിരുന്നത് വയസ്സായ ആളുകളെയും കുട്ടികളെയുമാണ്. വീടില്ലാത്തവർ, വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്ന ഒരുപാട് പേർ, ഇങ്ങനെ ഒരുപാട് പേരെ ഇവൻ കൊന്നു. ഇവൻ കൊല്ലുന്നതെല്ലാം ഈ ഒരു രൂപത്തിലായിരുന്നു. അതായത് ഒരാളുമായി പരിചയപ്പെടും, പിന്നീട് അവർക്ക് ഡ്രിങ്ക് സ്പോൺസർ ചെയ്യും. ഇങ്ങനെ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവന്റെ നായയുടെ കാര്യം പറയും. നായയെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഈ നായയെ അടക്കിയ സ്ഥലത്തേക്ക് ഇവരെ കൊണ്ടുപോകും. എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അവരെ തന്റെ കൈവശമാക്കും. എന്നിട്ട് അവരുടെ പുറകിൽ ചെന്ന് ഒരു ചുറ്റിക എടുത്ത് തലയിൽ തന്നെ അടിക്കും. ഇതായിരുന്നു ഇവൻ ചെയ്യുന്ന കൊലപാതകങ്ങളുടെ എല്ലാം ഒരു രീതി. പിന്നീട് ആ ശരീരം പാർക്കിലെ ഡ്രെയിനേജിലോ അല്ലെങ്കിൽ പാർക്കിലോ തന്നെ കുഴിച്ചിടും. ഓരോ കൊലപാതകം ചെയ്യുമ്പോഴും ഇവന്റെ മാനസികാവസ്ഥ ഞാൻ വലിയ ഒരാളായി എന്നാണ്. പിന്നീട് ഇവൻ കുഴിച്ചിട്ട ഓരോ ശരീരമായി പുറത്തേക്ക് വരാൻ തുടങ്ങി. മാത്രമല്ല ഇവൻ ഒരാളെ കൊന്നുകഴിഞ്ഞാൽ വോൾക്ക ബോട്ടിൽ അവരുടെ തലയിൽ കുത്തി നിറയ്ക്കുമായിരുന്നു. ഈ പുറത്തു വന്ന ശരീരങ്ങളിലൊക്കെ ഇതുപോലെ അടയാളം കണ്ടപ്പോൾ പോലീസുകാർക്ക് മനസ്സിലായി ഇത് ഒരാളാണ് ചെയ്യുന്നത്. തീർച്ചയായും ഇതൊരു സീരിയൽ കില്ലറാണെന്ന്. പോലീസുകാർ തീവ്രമായ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ഇങ്ങനെ പോലീസിന്റെ അന്വേഷണം നടക്കുന്ന സമയത്ത് ഇവൻ മറ്റൊരാളെ പരിചയപ്പെട്ടു, ഒരു വൃദ്ധൻ. അയാൾക്ക് ഇവൻ മദ്യം സ്പോൺസർ ചെയ്തു. ഇവന്റെ പതിവ് രൂപത്തിൽ ഇവൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അയാളുടെ മുൻപിൽ നല്ല മനുഷ്യനെ പോലെ അഭിനയിക്കാൻ തുടങ്ങി. എന്നിട്ട് അയാളോട് ഇവൻ ചോദിച്ചു, നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹം എന്താണെന്ന്. അപ്പോ അയാൾ പറഞ്ഞത് എനിക്ക് മദ്യപാനം നിർത്തണം എന്നാണ്. അപ്പോ അവൻ ആ വൃദ്ധനോട് പറഞ്ഞ മറുപടി, പേടിക്കേണ്ട, നിങ്ങളുടെ അവസാനത്തെ കുടി ഇതായിരിക്കും. അതിനുശേഷം ഇയാൾ മദ്യപിച്ച് പകുതി ബോധത്തിലായിരിക്കുന്ന സമയത്ത് ഇവൻ പുറകിലൂടെ ചെന്ന് ഇയാളുടെ തല നോക്കി ചുറ്റിക വെച്ച് ആഞ്ഞടിച്ചു. ഇങ്ങനെ ആഞ്ഞടിക്കുമ്പോൾ ഇയാളുടെ രക്തം അവന്റെ ശരീരത്തിൽ തെറിക്കുന്നുണ്ട്. ഇത് തന്നെയായിരുന്നു എല്ലാ കൊലകളിലും ഇവൻ ചെയ്തിരുന്നത്. ഇങ്ങനെ ഒരവസ്ഥ സത്യത്തിൽ അവൻ ആസ്വദിക്കുകയായിരുന്നു. ഇവന്റെ വീടിന്റെയും പാർക്കിന്റെയും ഇടയിലുള്ള ഒരു ഫ്ളാറ്റിലെ 10 പേരെ ഇവൻ കൊന്നിട്ടുണ്ട്. അലക്സാണ്ടർ ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാളുമായി നല്ലൊരു ബന്ധമുണ്ടാക്കിയെടുക്കും. നന്നായി പെരുമാറി അവരുടെ ഇഷ്ടം സമ്പാദിക്കുന്ന ഒരാളായിരുന്നു. ഇതിനവനെ സഹായിച്ചത് ഹൗ ടു വിൻ ഫ്രണ്ട്സ് എന്ന ഒരു ലോക പ്രശസ്തമായ ബുക്കിലെ കാര്യമായിരുന്നു. ഇത് പഠിച്ചുകൊണ്ടായിരുന്നു മറ്റൊരാളുമായി ഇവൻ ബന്ധം സ്ഥാപിക്കുന്നത്. പിന്നീട് അവരെ അടിച്ചു കൊല്ലുകയും ചെയ്യുന്നു. ഇങ്ങനെ പോകുന്ന സമയത്താണ് 2006 ജൂൺ 16 മാസ്കലോവ എന്ന സ്ത്രീയുടെ ശരീരം പാർക്കിൽ നിന്നും പോലീസുകാർക്ക് ലഭിക്കുന്നത്. ആ സ്ത്രീയുടെ ശരീരത്തിൽ നിന്നും ഒരു ട്രെയിൻ ടിക്കറ്റ് ലഭിക്കുകയും പിന്നെ CCTVയിൽ അലക്സാണ്ടറിനെ പോലീസ് കാണുകയും ചെയ്തു. അങ്ങനെ പോലീസുകാർ അലക്സാണ്ടറിനെ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്തു. പിന്നീട് ഇവന്റെ വീട്ടിലേക്ക് പരിശോധനയ്ക്ക് പോയി പോലീസുകാർ അവിടെ കണ്ട കാഴ്ച ഒരു ചെസ് ബോർഡ് ഉണ്ട്. ആ ചെസ് ബോർഡിൽ ഇവൻ നമ്പർ എഴുതിയിട്ടുണ്ട്. ഏകദേശം ആ കൗണ്ടിംഗ് പ്രകാരം 61 പേരെ ഇവൻ കൊന്നിട്ടുണ്ട്. കോടതിയിൽ ഒറ്റയ്ക്ക് ഇവനെ ഒരു മുറിയിലിരുത്തിയിട്ടായിരുന്നു വിചാരണ നടത്തിയത്. കാരണം അത്രയധികം പേടിയായിരുന്നു ഇവനെ എല്ലാവർക്കും. 2007 റഷ്യ കണ്ട ഏറ്റവും വലിയ രണ്ടാമത്തെ സീരിയൽ കില്ലറായിരുന്നു അലക്സാണ്ടർ. അലക്സാണ്ടറിന്റെ ഒരു എയിം എന്നത് അവിടെ റഷ്യയിലുണ്ടായിരുന്ന ഏറ്റവും വലിയ കൊലയാളിയായ ആൻഡ്രിയുടെ റെക്കോർഡ് വെട്ടിക്കണം എന്നായിരുന്നു. പക്ഷേ രേഖാപ്രകാരം ഇവൻ കൊന്നത് 51 പേരെയാണ്. ആൻഡ്രി കൊന്നത് 61-ലധികം പേരെയാണ്. ഇവനോട് കോടതി ചോദിച്ചു, എന്തിനാണ് നീ ഇത്രയും പേരെ കൊന്നത് എന്ന്. അവൻ പറഞ്ഞത്, ഞാൻ അവരെ കൊന്നുകൊണ്ട് അവർക്ക് മോക്ഷം നൽകിയതാണ് എന്ന്. പിന്നീട് കോടതി ഇവന് ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയും സൈബീരിയയിലെ ഒരു പ്രത്യേക ജയിലിൽ ഇവനെ താമസിപ്പിക്കുകയും ചെയ്തു. ഇതാണ് അലക്സാണ്ടർ പിച്ചുഷ്കയുടെ കഥ. നമ്മൾ മിക്ക വീഡിയോസിലും പറയാറുള്ളതാണ്, ശരിയായ പാരന്റിംഗ് ഇല്ലെങ്കിൽ പലരും ഇങ്ങനെ ആയിപ്പോകും. ഒരാൾ ജനിക്കുമ്പോഴേ കൊലയാളിയായി ജനിക്കുന്നതല്ല, അവന്റെ ജീവിത രീതികൾ അവനെ അങ്ങനെ ആക്കുന്നതാണ്. ഒരുപക്ഷെ അലക്സാണ്ടറിനും നല്ല രീതിയിലുള്ള ഒരു പാരന്റിംഗ് ലഭിച്ചിരുന്നെങ്കിൽ, അവന് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അവന്റെ മുത്തശ്ശൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, അവനെ കളിയാക്കുന്നതിനു പകരം അവന്റെ കൂടെ നിൽക്കാൻ നല്ലൊരു സുഹൃത്തുണ്ടായിരുന്നെങ്കിൽ, ഇന്നൊരു പക്ഷെ അലക്സാണ്ടർ നല്ലൊരു മനുഷ്യനായി വളർന്നേനെ. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ വിക്കിവോക്സ് മലയാളം എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കേസുമായി വീണ്ടും കാണാം.